പ്രിയപ്പെട്ട ഭക്തജനങ്ങളിൽ രാമായണ പാരായണം തുടങ്ങുകയാണ്. ഹരി രാമ 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 ഹരി ഹരി, ഹരി കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാമ 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 ഹരി ഹരി, ഹരി കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാമ 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 ഹരി ഹരി, ഹരി കൃഷ്ണ 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 ഹരി ഹരി. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരം, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഭഗവാൻ ശിവശങ്കരൻ കഥ പറയുകയാണ്. പംക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമി ദേവിയും ഗോരൂപം പോണ്ടു ദേവതാപസ്സഗണത്തോടും സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു. വേദനം ചെയ്യുകയെന്നേ മറ്റൊരു കഴിവില്ല, സാരസോദ്ഭവനേവം ചിന്തിച്ചു. ദേവന്മാരോടാരൂഢഖേദം നമ്മെ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടും ദേവനെ സേവിച്ചിരുന്നേടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോട് കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൻ മുക്തന്മാരായുള്ളോരു സിദ്ധയോഗികളാലും ദുർദശമായ ഭഗവദ്രൂപം മനോഹരം. ചന്ദ്രികാമന്ദസ്ഫിതസുന്ദരാനനാം പൂർണ്ണചന്ദ്രമണ്ഡലമരവിഞ്ചലോചനം ദേവം. ഇന്ദ്രനീലാപം പരമിന്ദിരാമനോഹരമന്ദിരവക്ഷരം വന്ദ്യമാനന്ദോദയം. വത്സലാഞ്ജനവത്സം പാദപങ്കജാപക്രവത്സരം സമസ്തലോകോത്സവം സൽസേവിതം. മേരുസഞ്ജീവാകിരുളോ കുണ്ടലാമുക്തഹാരാഗേയൂരാംഗത കടകടീസൂത്രവലയാങ്കുലീയകാധ്യഖിലവിഭൂഷണ കലിതകളേവരം മനോഹരം. കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുസുഭവൻ മധുരസ്ഫുടാക്ഷരം. സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയം. രാവണാദികളായ രാക്ഷസന്മാരുടെ ഭാരം സഹിക്കവയ്യാതെ ദുഃഖിതയായ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം ധരിച്ചിട്ട് ദേവന്മാരെയും മഹർഷിമാരെയും കൂട്ടിക്കൊണ്ട് സത്യലോകത്തിലെത്തി ബ്രഹ്മാവിനോട് ദുഃഖമെല്ലാം കരഞ്ഞു പറഞ്ഞു. എല്ലാം കേട്ടറിഞ്ഞ പിതാമഹൻ അല്പനേരം ചിന്താകുലനായി. ഒടുവിൽ ദേവനായകനായ മഹാവിഷ്ണുവിനോട് ഉണർത്തിക്കുക മാത്രമേ ഇതിന് പോംവഴിയുള്ളൂ എന്ന് അദ്ദേഹം കണ്ടു. ദേവന്മാരോടൊപ്പം ഇനിയും കൂട്ടിക്കൊണ്ട് പത്മജൻ പാൽക്കടൽ തീരത്തിലെത്തി. ദേവക്ഷിമാരോടൊപ്പം ഭക്തിപൂർവം പുരുഷസൂക്തം ചൊല്ലി ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. ആ സമയത്ത് അസംഖ്യം ആദിത്യന്മാർ ഒരുമിച്ച് ഉദിച്ചു വരുന്നതുപോലെ പ്രകാശമാനനായ ശ്രീഹരിയെ ബ്രഹ്മാവിനു കാണാൻ കഴിഞ്ഞു.
മുക്തന്മാരായ സിദ്ധയോഗികൾക്ക് പോലും കാണാൻ ദുർലഭമായ ഭഗവാന്റെ ആ സുന്ദര രൂപം അവിടെ കണ്ടു. കരുണാമയനായ ഭഗവാനെ മുന്നിൽ കണ്ടിട്ട് പിതാമഹൻ സ്തുതിച്ചു. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിനരുതാതൊരു പാദാംബുജം നിത്യവും നമസ്തുതേ സകല ജഗത്പതി നിർമ്മലാം നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ സത്യജ്ഞാനാനന്ദാനന്ദാമൃതദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധി വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചീരും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ അധ്യാസാധ്യായ തപോദാനത്യാദി കർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവത്പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജ ദ്വന്ദ്വമന്തിയെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. ചേതസി സദാകാലം ഭക്തവത്സലാ പോറ്റി സംസാരാമയ പരിതപ്തമാനസന്മാരാം പുംസാം ത്വദ്ഭക്തിയൊഴിഞ്ഞില്ല വേട്ടജമേതും മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധി പെരുകെ വളരുന്നു. മരണകാലീ തവ തരണാരുണ സമചരണാതരശിക്ഷാ സ്മരണമുണ്ടാവാനായി കരികപരം നാഥ കരുണാകരാ പോറ്റി ശരണം ദേമാം ജമാരമണാധരാവതി പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ. പരമാത്മൻ പരബ്രഹ്മ്യാഖ്യ ബ്രഹ്മാഖ്യാ ജയ പരാചിന്മയ പരാപരാ പദ്മാക്ഷാ ജയ വരദാ നാരായണാം വൈകുണ്ഠ ജയ ജയം. ആനന്ദസ്വരൂപാം ഭഗവാൻ ജയിച്ചാലും മോക്ഷേച്ഛുക്കളായ സിദ്ധയോഗികൾക്ക് പോലും കാണാനാവാത്ത അങ്ങയുടെ പാദങ്ങളിലെ ഞാനിതാ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ഈ വിനീത ഭക്തൻ നിത്യവും നമസ്കരിക്കുന്നു. സത്യം, ജ്ഞാനം, അനന്തമായ ആനന്ദം എന്നിവയുടെ ഏകരൂപമായ ഭഗവാനെ കരുണാനിധേ അങ്ങേക്ക് നമസ്കാരം. അങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഭഗവാനെ ലോകനാഥ അങ്ങേക്ക് നമസ്കാരം. സ്വാധ്യായം, തപസ്, ദാനം, യജ്ഞം തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ടൊന്നും ഒരുത്തനും മോക്ഷം നേടാനാവുകയില്ല. അങ്ങയുടെ പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടായാലേ മുക്തി സിദ്ധിക്കും. അങ്ങയുടെ പാദകമലങ്ങളെ ഈ വിധം അടുത്ത് കാണാൻ കഴിഞ്ഞത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. സത്യനിഷ്ഠനായ താപസശ്രേഷ്ഠന്മാര് ബുദ്ധി കൊണ്ട് ഭക്തിപൂർവം ധരിക്കപ്പെടുന്ന നിന്റെ പാതാരവിന്ദങ്ങളിൽ എനിക്ക് എന്നെന്നും ഭക്തി ഉണ്ടായിരിക്കാൻ അനുഗ്രഹിക്കണം. ഭക്തവത്സല, സാംസാരിക രോഗങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്ന മനുഷ്യർക്ക് അങ്ങയുടെ നേർക്കുള്ള ഭക്തിയല്ലാതെ മറ്റൊരു ഔഷധവുമില്ല. മരണചിന്ത എൻ്റെ ഉള്ളിലേറെ ദുഃഖമുളവാക്കുന്നു. ആസന്ന മരണാവുമ്പോൾ അങ്ങയുടെ പാദകമലങ്ങളെ സ്മരിക്കാൻ ഇടവരുന്നതിനുള്ള വരം അങ്ങ് എനിക്ക് തന്നാലും ഭഗവാനെ. ലക്ഷ്മീവല്ലഭ, ആനന്ദസ്വരൂപ, ഭൂമിവര, നാരായണ നമോ നമ. ജയ ജയ. ചതുരാനനജിതി സ്തുതി ചെയ്തോരു നേരം മധുരതരമതിവിജയ വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെഞ്ചിപ്പോഴെല്ലാവരും ഒന്നിച്ചെന്നെ കാണുവാൻ ഇവിടേക്കുടച്ചോടെ വരുവാൻ മൂലമതു ചൊല്ലുകെന്നതോ കേട്ടു. സരസീരുഖഭവനീ വണ്ണമുണർത്തിച്ചു നിഞ്ചിരുപടി തിരുവുള്ളത്തിലേറാതെ
കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്ന് ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥാം പൗരസ്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചു ധൂമിക്കതും ജഗത്പദേ വിഭന്മദ്ധത്താം വരഭര തർപ്പിതനായിട്ടതിനിർദ്ധയം മുടിക്കുന്നു വിശ്വത്തെ എല്ലാം അയ്യോം ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരേ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിരാൻ ദശാനനൻ യാഗാദി കർമ്മങ്ങളും മുടക്കിയത്രയെല്ലാം യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മഭക്തികളെയും പിടിച്ചു കൊണ്ടുപോയാൽ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗത്പതയം നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പംക്തിഗന്ധരൻ തന്നെ കൊല്ലണം ധയാതിരേം സന്തതം നമസ്കാരമതിന് മതിരുപോം ചെന്തളിയിലടിയന ചിന്തിക്കായി വരേണമേ. ബ്രഹ്മദേവൻ ഇങ്ങനെ സ്തുതിക്കുന്നത് കേട്ടിട്ട് പ്രസന്നനായ മഹാവിഷ്ണുവും മന്ദഹാസത്തോടെ മധുരമായി പറഞ്ഞു. എല്ലാവരും കൂടി തിരക്കപ്പെട്ട് ഇങ്ങോട്ട് വരാൻ എന്തുണ്ടായി പറയൂ. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, നാഥ, ഈ പ്രപഞ്ചത്തിൽ അങ്ങേക്ക് അജ്ഞാതമായി എന്താണുള്ളത് എങ്കിലും അറിയിക്കാം. സ്വാമിൻ, 3 ലോകത്തിലും ഇപ്പോൾ ദുഃഖം വന്നുപെട്ടിരിക്കുന്നു. ലോകനാഥ ഭഗവാനെ, പൗരസ്യപുത്രനായ രാവണൻ നിമിത്തം 3 ലോകങ്ങളും ഏതാണ്ട് നശിച്ച മട്ടിലായി. ഞാൻ നൽകിയ വരത്തിൻ്റെ ശക്തി കൊണ്ട് അഹങ്കരിച്ച് രാവണൻ പ്രപഞ്ചത്തെ ആകെ മുടിക്കുന്നു. ലോകപാലന്മാരെയെല്ലാം ആട്ടിയോടിച്ചു. ലോകമാകെ അവൻ്റെ കീഴിലാക്കി. പോരിൽ ഇന്ദ്രനെ ബന്ധിച്ചിട്ട് സ്വർഗത്തിലും അയാൾ ആധിപത്യം സ്ഥാപിച്ചു. യാഗാദി കർമ്മങ്ങളെയെല്ലാം നിരോധിച്ചു എന്ന് മാത്രമല്ല, യോഗീന്ദ്രന്മാരായ മഹർഷിമാരെ അയാൾ ഭക്ഷണമാക്കുകയും ചെയ്യുന്നു. അവരുടെ ഭക്തിമാരെയെല്ലാം അയാൾ പിടിച്ചു കൊണ്ടുപോയി. ധർമ്മവും മര്യാദയുമെല്ലാം ഭൂമിയിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞു. ഭഗവാനെ ലോകനാഥ, ഒരു മനുഷ്യനിൽ നിന്ന് മാത്രമേ മരണമുണ്ടാകൂ എന്നാണ് അയാൾ നേടിയിട്ടുള്ള വരം. ഭഗവാനെ കൃപാനിലേ, ഇനി അങ്ങു തന്നെ മനുഷ്യനായി ജനിച്ച് രാവണനെ വധിക്കണം. അതിനായി അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. എപ്പോഴും അങ്ങയുടെ പാതാരവിന്ദങ്ങൾ ചിന്തിക്കാൻ ഇടവരേണമേ. നമസ്കാരം. പത്മസംഭവനിത്തമുണർത്തിച്ചതൂ നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതിം ദത്തമായി ദൂപരം സുപ്രസന്നേന മയാം തത്വസത്യം കർത്തുമുദ്യോഗമധ്യൈവമേ. കശ്യപൻ ദശരഥനാത്മാജാജീന്ദ്രനായി കശ്യപീതലേ തിഷ്ഠാദ്യോധുനാ വിദാതാവേ. തസ്യാവല്ലഭയാകുമതിരീ കൗസല്യം തസ്യാമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി മായായോഗമായാ ദേവിയും ജനകാലേ വന്നു. ജീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിലയോ നിജയുണ്ടായി വരും ആതിഥേയന്മാർ കവിവീരരായി പിറക്കണം. മേദിനി ദേവിക്ക് അധികാരം കൊണ്ടുണ്ടായൊരു
വേദന തീർപ്പാൻ എന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയോ മയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിരിനാൻ ഭക്തിയോടെ. ബ്രഹ്മാവ് ഇങ്ങനെ ഉണർത്തിച്ചപ്പോൾ മഹാവിഷ്ണു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, പണ്ട് കശ്യപ പ്രജാപതി പുത്രനുണ്ടാകാൻ വേണ്ടി മനഃശുദ്ധിയോടെ ഏറെക്കാലം എന്നെ ഭജിച്ചിട്ടുണ്ട്. അന്ന് സന്തുഷ്ടനായി ഞാൻ കശ്യപന് വരം നൽകിയിട്ടുണ്ട്. ആ വാക്ക് പാലിക്കാൻ ഞാൻ ഇന്ന് തന്നെ പ്രയത്നിക്കുന്നതാണ്. ബ്രഹ്മാവേ, ആ കശ്യപൻ ഇപ്പോൾ അയോധ്യയിൽ ദശരഥൻ എന്ന പേരിൽ രാജാവായി വസിക്കുന്നു. കശ്യപ പത്നിയായിരുന്ന അതിഥി കൗസല്യ എന്ന പേരിൽ അവിടെയുണ്ട്. അവരുടെ പുത്രനായിട്ട് ഞാൻ ജനിക്കും. എൻ്റെ സഹോദരന്മാരായിട്ട് 3 പേരുണ്ടാകും. എൻ്റെ ശക്തിയായ മായാദേവി ജനകന്റെ ഗൃഹത്തിൽ അയോനിജയായിട്ട് രാവണന്റെ വംശം നശിപ്പിക്കാനായി അവതരിക്കും. ദേവന്മാരെല്ലാം വാനരന്മാരായി ഭൂമിയിൽ ജനിക്കണം. ഭൂമി ദേവിക്കുണ്ടായ താങ്ങാനാവാത്ത ഭാരം ഞാൻ തീർക്കുന്നുണ്ട്. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞീരനോരാശ നോക്കി ഏതവുമകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൾ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം ഗാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി. മാനവപ്രവരനായി വന്നവതരിച്ചിരും വാസരാധീശരന്യയെ സാധനമയോധിയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമി മണ്ഡലേ പിറക്കണം. മാനിയാം ദേശാനന ഭൃത്യന്മാരാകും യാതുദാന വീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈരാതൻ സൂത്രാമാദികളോട് പത്മസംഭവൻ നിജഭർത്ത് ശാസനമരുൾ ചെയ്തുടൻ കൃതാജ്ഞനായി സത്യലോകവും ബുക്കു സത്വരം ധരത്രിയുമത്ത സന്താവമതിസ്വസ്ഥയായി മരുവിനാൾ. ചൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപദാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വതാപുഷ്ടോപരായോധികളായുന്നത പർവ്വതം തുല്യശരീരന്മാരായ നരാധരഥം ഈശ്വരം പരീക്ഷമാണന്മാരായി പ്ലവകാവൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചുവാണാരല്ലോ. നാരായണ. ഇങ്ങനെ അരുളി ചെയ്തിട്ട് ബ്രഹ്മാവിന് വിട നൽകിക്കൊണ്ട് മഹാവിഷ്ണുവും അന്തർസ്ഥാനം ചെയ്തു. ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു. ദേവന്മാരെല്ലാവരും മഹാവിഷ്ണു മറന്ന ദിക്കിനെ ലക്ഷ്യമാക്കി നമസ്കരിച്ചു. ദേവന്മാരും മഹർഷിമാരുമെല്ലാം ഉള്ളഴിഞ്ഞ് സന്തോഷിച്ചു. ഭൂമി ദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു, കരുണാനിധിയായ ഭഗവാൻ വിഷ്ണുവും ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കും. അയോധ്യയിലെ സൂര്യവംശജനായിട്ടാണ് ഭഗവാന്റെ അവതാരം. ഇന്ദ്രാദികളായ നിങ്ങൾക്കും ചില കടമകളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാം മഹാവിഷ്ണുവിനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ദാസന്മാരായി ഭൂമിയിൽ ജനിക്കണം. അഹങ്കാരികളായ രാവണന്റെ ഭൃത്യന്മാരായ രാക്ഷസ വീരന്മാരോട് പൊരുതുന്നതിന് കാട്ടിലും പർവ്വതഗുഹകളിലും വൃക്ഷങ്ങളിലുമെല്ലാം പാർക്കുന്ന വാനരന്മാരായി നിങ്ങൾ അവതരിക്കണം.
ഇന്ദ്രാദിദേവന്മാരോട് ഭഗവാന്റെ കൽപ്പന അറിയിച്ചിട്ട് ബ്രഹ്മാവ് കൃതാർത്ഥതയോടെ സത്യലോകത്തേക്ക് പോയി. ഭൂമിദേവി ദുഃഖം വെടിഞ്ഞ് ആശ്വസിച്ചു. ഇന്ദ്രാദികളായ ദേവന്മാരുടനെ തന്നെ പുരുഷോത്തമനെ സഹായിക്കാനായിട്ട് നരസിംഹമൂർത്തിയെ പോലെ തീക്ഷ്ണപരാക്രമമുള്ള വാനരവീരന്മാരായിട്ട് ഭൂമിയിൽ ജനിച്ചു. അവര് മഹാവിഷ്ണുവിന്റെ അവതാരം പ്രതീക്ഷിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ കാടുകളിൽ വസിച്ചു. അമിത ഗുണവാനാം നൃപതി ദശരഥാനമലനയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമരംഗജം ദ്രമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയതും കയ്യേയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടും പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്ത് ചോദിച്ചീരാനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിരണം. പുത്രന്മാരില്ലായിരിക്കു രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. സദ്ഗുണാസമ്പന്നനും ധർമ്മനിഷ്ഠനുമായ ദശരഥ മഹാരാജാവ് കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ 3 പത്നിമാരോടുകൂടി അയോധ്യയിൽ വാണു. മന്ത്രിമാരോട് കാര്യാലോചനയെല്ലാം നടത്തി അദ്ദേഹം രാജ്യം പരിപാലിച്ചു പോന്നു. സന്താനമില്ലാത്തത് കൊണ്ടുള്ള ദുഃഖം അദ്ദേഹത്തെ അലട്ടി. ഒരിക്കല് മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ പാദങ്ങൾ തൊഴുതിട്ട് ചോദിച്ചു, ഗുരു, പുത്രന്മാരുണ്ടാകാനായി എന്ത് സത്കർമ്മമാണ് ചെയ്യേണ്ടതെന്ന് അരുളി ചെയ്യണം. പുത്രന്മാരില്ലാത്തത് കൊണ്ട് രാജ്യവും സമ്പത്തുമെല്ലാം എനിക്ക് ദുഃഖകരമായി തീരുന്നു. വസിഷ്ഠ മഹർഷി അത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ദശരഥനോട് പറഞ്ഞു, നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസീ നരവതേ. വൈകാതെ വരുത്തണമർഷ്യസിംഗനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേത്തി കർമ്മം. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈബന്ധകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണിയേതോ തലയോ തീരത്തിങ്കൽ ഭൂലോകപതിയാകം വീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേത്തി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടതാഹൂതിയാലെ വിശ്വദേവതാഗണം തൃപ്താരായതു നേരം ക്ഷേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ ഭഗ്നിദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുകതി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. എനിക്ക് 4 പുത്രന്മാരുണ്ടാകും, അത് കരുതിയിട്ട് നീ ദുഃഖിക്കേണ്ടതില്ല. ഉടനെ തന്നെ വിഭാണ്ഡകന്റെ മകനായ ഋഷ്യസിംഹനെ വരുത്തിയിട്ട് പുത്രകാമേത്തി ചെയ്യണം. ഗുരുനിയോഗമനുസരിച്ച് ദശരഥ മഹാരാജാവ് വിഭാണ്ഡകന്റെ പുത്രനായ ഋഷ്യസിംഹനെ വരുത്തി സരയൂ നദിക്കരയിൽ യാഗശാല പണിയിച്ചു. രാജാവ് യാഗദീക്ഷ സ്വീകരിച്ച് അശ്വമേധം നടത്തി. തുടർന്ന് ഭക്തിവിശ്വാസങ്ങളോട് രാജാവ് പുത്രകാമേറ്റി നടത്തിച്ചു. ഋഷ്യശൃംഗൻ നടത്തിയ ഹോമം കൊണ്ട് ദേവന്മാര് സന്തുഷ്ടരായി. ഹോമകുണ്ഡത്തിൽ നിന്ന്
അഗ്നിദേവൻ പായസം നിറഞ്ഞ ഒരു സ്വർണപാത്രം കയ്യിലേന്തിക്കൊണ്ട് പ്രത്യക്ഷനായി. ദേവന്മാർ നിർമ്മിച്ച ഈ പായസം നിനക്ക് പുത്രന്മാരുണ്ടാകാനുള്ളതാണ്, സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് പായസം രാജാവിന് നൽകിയിട്ട് അഗ്നിദേവൻ പറഞ്ഞു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു ദ്രൗപദിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു ദ്രൗപദൻ. ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുട പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും. മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം. അപ്പോഴേ തുടങ്ങി ചോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാത്രം ജപഹോമാദി കർമ്മങ്ങളോ മുൽപ്പരാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നിർവേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം. ദിനംതോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. ശ്രീമന്താപുംസവനാദി ക്രിയകളും ചെയ്തു കാമാദാനങ്ങളും ചെയ്തിതു നരവരൻ. അങ്ങനെ ഋഷ്യസിംഹന്റെ ആജ്ഞയനുസരിച്ച് പായസം സ്വീകരിച്ചിട്ട് മഹാരാജാവ് താപസന്മാർക്ക് ദക്ഷിണ നൽകി നമസ്കരിച്ചു. ആ പായസത്തിൽ പകുതി ദശരഥൻ കൗസല്യക്ക് കൊടുത്തു. രണ്ടാമത്തെ പകുതി അല്പം പതർച്ചയോടെ കൈകേയിക്ക് കൊടുത്തു. അപ്പോൾ അവിടെ എത്തിയ സുമിത്രയ്ക്ക് കൗസല്യാദേവി തൻ്റെ കിട്ടിയ പായസത്തിൽ പകുതി കൊടുത്തു. അത് കണ്ടിട്ട് കൈകേയിയും തനിക്ക് കിട്ടിയ പങ്കിൻ്റെ പകുതി സുമിത്രയ്ക്ക് നൽകി. അത് കണ്ട് മഹാരാജാവ് വളരെ സന്തോഷിച്ചു. രാജ്യവാസികൾക്കെല്ലാം ആനന്ദമുളവാക്കിക്കൊണ്ട് രാജ്ഞിമാർ മൂവരും ഗർഭവതികളായി. അതറിഞ്ഞതു മുതൽക്കു തന്നെ രാജാവ് ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ വരുത്തി ഗർഭരക്ഷയ്ക്ക് വേണ്ടി മാന്ത്രിക കർമ്മങ്ങളെല്ലാം ചെയ്യിച്ചു. രാജഭക്തിമാർക്ക് ഗർഭലക്ഷണങ്ങളൊക്കെ തെളിഞ്ഞു വന്നതോടൊപ്പം രാജാവിനോടുള്ള ഉൾപ്രേമവും നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. രാജഭക്തിമാരുടെ ആഭരണങ്ങളും ലോകവാസികളുടെയും വാനവരുടെയും ദുഃഖങ്ങളും നാൾ ചെല്ലും തോറും കുറഞ്ഞു വന്നു. രാജ്ഞിമാരുടെ തേജസ് ദിനം പ്രതി വർദ്ധിച്ചു വന്നു. ബ്രാഹ്മണർക്ക് മതിവരോളം ദാനം ചെയ്തിട്ട് രാജാവ് യഥാകാലം രാജ്ഞിമാർക്ക് പുംസവനം, സീമന്തം എന്നീ ചടങ്ങുകളും വിധിപ്രകാരം നടത്തിച്ചു. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതയോധിയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കിടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനൂച്ഛനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചീരിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവഗണം.
പെറ്റിതു കൈകേയിയും പുഷ്യ നക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്മോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖാം വിഭുജേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദരാചികുരവും അഴകസുസുമയും കാരുണ്യാമുദരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖുചക്രാബ്ജഗതാശോഭിത ഭുജങ്ങളും ശംഖുസന്നിഭാം ജളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീനൂരമുഖമണ്ഡലങ്ങളും ഹിന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. ഗർഭകാലം പൂർണ്ണമായപ്പോൾ 4 കുമാരന്മാർ പിറന്നു. കർക്കടക ലഗ്നത്തിൽ ചന്ദ്രനോടുകൂടി ഗുരുവും, മേടത്തിൽ ആദിത്യനും, തുലാത്തിൽ ശനിയും, മീനത്തിൽ ശുക്രനും, മകരത്തിൽ കുജനും, അങ്ങനെ 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥാനത്തു നിൽക്കവേ നവമി തിഥിയും പൂർണ്ണപണതം നക്ഷത്രവും ചേർന്ന ശുഭവേളയില് ലോകനാഥനായ മഹാവിഷ്ണു അയോധ്യയിൽ കൗസല്യയുടെ പുത്രനായി അവതരിച്ചു. കൈകേയി പൂയം നക്ഷത്രത്തിൽ ഒരു പുത്രനെ പ്രസവിച്ചു. അടുത്ത നാളിലെ സുമിത്രാദേവി 2 പുത്രന്മാർക്ക് ജന്മം നൽകി. മോക്ഷതനായ നാരായണൻ കൗസല്യയുടെ മുമ്പിലെ പൂർണ്ണമായ മഹാവിഷ്ണു ചിഹ്നങ്ങളോടെ പ്രത്യക്ഷമായി. അസംഖ്യം ആദിത്യന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്നത് പോലെയുള്ള തേജസ് ഈറ്റില്യത്തിൽ നിറഞ്ഞു. ബ്രഹ്മാവ്, നാരദൻ, സനകാദികള്, ഇന്ദ്രാദിദേവന്മാർ തുടങ്ങിയവരാൽ ആരാധിക്കപ്പെടുന്ന ഭഗവത് രൂപം കൗസല്യ മുന്നിൽ കണ്ടു. പാവനമായ കിരീടവും അഴകേറിയ കേശപാശവും ഭംഗിയുള്ള കുറുനരിയും കാരുണ്യാമൃതം നിറഞ്ഞു പടിയുന്ന കണ്ണുകളും ചുവന്ന പട്ടു ചുറ്റിയ അരക്കെട്ടും ശംഖ്, ചക്രം, ഗദ, പങ്കജം എന്നിവ വിലസുന്ന 4 തൃക്കൈകളും ശംഖുപോലെ അഴകേറിയ കഴുത്തില് കൗസ്തുഭരത്നവും ഭക്തന്മാരോടുള്ള വാത്സല്യം വ്യക്തമാക്കുന്ന ശ്രീവത്സം എന്ന അടയാളവും കർണാഭരണം, മുത്തുമാല, അരഞ്ഞാണം, പാദസരം തുടങ്ങിയ ആഭരണങ്ങളും ചന്ദ്രബിംബതുല്യമായ മുഖവും പണ്ട് 3 ലോകങ്ങളെയും 2 ചുവട് കൊണ്ട് അളന്നെടുത്ത പാദകമലങ്ങളും കണ്ടുണ്ടായ ആനന്ദത്തോടെ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണിതെന്ന് മനസ്സിലാക്കിയിട്ട് കൗസല്യാദേവി തെരുതരെ സ്തുതിക്കാൻ തുടങ്ങി. നമസ്തേ ദേവദേവ ശംഖുചക്രാബ്ജധര, നമസ്തേ വാസുദേവ, നമസ്തേ നരകാരേ, നമസ്തേ ശൗചേ, നമസ്തേ ശൗചേ, നമസ്തേ ജഗത്പദേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു.
സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനിതിൻ ഉത്തമന്മാർക്കു പോലും അറിവാൻ വേദയത്രയും പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനനന്ദനൻ വ്യക്തനവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തമാഖ്യാർത്ഥവേദ്യനാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിരഞ്ജന നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയൻ അദ്വയാനജനമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസപദ്മാമധൂപൻ മധുവൈരീയും സത്യജ്ഞാനാത്മാ സമസ്യേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിവിസേവ്യൻ സത്വാത്തരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യമന്തമില്ലാതോടും ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാനിന്നുടെ ജഡരത്തിലിങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റിയും ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമിനിക്കിപ്പോൾ പുട്ടാത്ത ഗുണസംസാര ദുഃഖാംബുധവും നിത്യവും നിഗമേക നിമഗ്നനായ ക്ഷത്തം ഭ്രമിക്കുന്നേൻ നിന്നുടെ മഹാമായ തന്നെ ബലത്തിനായിരുന്നു നിൻ പാദാംബോജം കാണുവാനും യോഗം വന്നു. തൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണമിക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ മത്സ്യമോഹിനിയായ നിന്നുടെ മഹാമായ വിശേഷാം മോഹിപ്പീക്ഷീടായികമാം ലക്ഷ്മീപദേ. ശംഖ ചക്രകഥാബ്ജധാരിയായ ഭഗവാനേ ദേവാ, അങ്ങേക്ക് നമസ്കാരം. ഹരേ മധുസൂദനാം, അങ്ങേക്ക് നമസ്കാരം. നാരായണ നരകാനാശന, അങ്ങേക്ക് നമസ്കാരം. ജഗന്നാഥനായ സർവേശ്വര, അങ്ങേക്ക് നമസ്കാരം. ഭഗവാനെ, അങ്ങ് മായാദേവിയെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. സത്വാദി ഗുണങ്ങളെ ആശ്രയിച്ച് അങ്ങ് എന്തിനതൊക്കെ ചെയ്യുന്നു എന്നത് ജ്ഞാനികൾക്ക് പോലും അറിയാൻ പ്രയാസമാണ്. അങ്ങ് പരബ്രഹ്മം എന്ന് പറയപ്പെടുന്ന പരമാത്മാവാണ്. അനന്തവും അവ്യക്തനും അവ്യയനുമാണ്. നിശ്ചലും നിർമ്മലനും നിഷ്കളങ്കനും നിർഗുണനുമാണ് അങ്ങ്. സനകാദി മഹർഷിമാര് സേവിക്കപ്പെടുന്നവരായ അങ്ങ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. സകല ജഗന്മയനായ അങ്ങയുടെ ജഠരത്തില് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള നിന്തിരുവടി എൻ്റെ ജഠരത്തിൽ വന്നു കിടക്കാൻ എന്തു കാരണമാണ്? ഭഗവാനേ, ഈ നിഷ്കളങ്കയായ എനിക്ക് ഇപ്പോൾ അങ്ങയുടെ ഭക്തവാത്സല്യം വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഭർത്താവ്, പുത്രൻ, ധനസമ്പത്ത്, കുലം തുടങ്ങിയവ അടങ്ങിയ ലൗകിക ദുഃഖങ്ങളുടെ സമുദ്രത്തിൽ മുഴുകി ഞാൻ നിരന്തരം ചുറ്റിക്കറങ്ങുന്നു. അങ്ങയുടെ മഹാമായയുടെ പ്രഭാവം കൊണ്ട് ഇന്ന് ഈ പാതകമരങ്ങൾ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇപ്പോൾ എൻ്റെ മുമ്പില് പ്രത്യക്ഷമായ ഈ രൂപമുണ്ടല്ലോ, എൻ്റെ പാപങ്ങൾ ഒടുങ്ങാനായിട്ട് എപ്പോഴും എൻ്റെ ഉൾക്കണ്ണാൽ കാണുമാറാകണം. ഭഗവാനേ, ലക്ഷ്മീവല്ലഭനായ ലോകനാഥ, ലോകത്തെ ആകെ മോഹിപ്പിക്കുന്ന അങ്ങയുടെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ.
കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശാമറയ്ക്കണം മറ്റുള്ളവർ കാണും മുമ്പേ ലാളനാശേഷാദ്യരൂപരൂപമായിരുപ്പോരും ബാലഭാവത്തെ മമ കാട്ടേണം ധയാനിതേ പുത്രവാത്സല്യ വ്യാജമായോരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി കൂടിത്വം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സരൻ പുരുഷോത്തമനരുൾ ചെയ്തു. നാരായണ നാരായണ. മാതാവേ, ഭഗവതിയുടെ അഭീഷ്ടങ്ങളെല്ലാം സാധിക്കും. ദുരഹങ്കാരികളായ ആ രാവണനെ വധിച്ച് ലോകർക്കെല്ലാം ആനന്ദമുളവാക്കണമെന്ന് ബ്രഹ്മാവ് ശ്രീപരമേശ്വരൻ തുടങ്ങിയ ദേവന്മാരെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാനവവംശത്തിലെ നിങ്ങളുടെ പുത്രനായി മനുഷ്യരൂപം ധരിച്ച് ഞാൻ ഭൂമിയിൽ ജനിച്ചതാണ്. മുജ്ജന്മത്തിൽ നിങ്ങൾ വളരെ കാലം എന്നെ ഉപാസിക്കുകയും ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായി പിറക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദിവ്യരൂപം നിങ്ങൾക്ക് കാട്ടിത്തന്നത്. എന്നെ കാണാൻ കിട്ടുക പ്രയാസമാണ്. കാണാൻ കഴിയുന്നവർക്കോ മോക്ഷം ലഭിക്കും. ജനന മരണാദി ദുഃഖങ്ങൾ പിന്നീട് അവർക്ക് ഉണ്ടാവുകയില്ല. എൻ്റെ ഈ രൂപം നിത്യവും ധ്യാനിച്ചുകൊള്ളുക. അതുകൊണ്ട് എന്നെ മോക്ഷം ലഭിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. നാം തമ്മിലുള്ള ഈ സംഭാഷണം ഭക്തിപൂർവം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് മരണവേളയിൽ എന്നെ സ്മരിക്കാൻ ഇടവരും. മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതുവന്തരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമൂഹം ലോകങ്ങൾക്കു വരിച്ചിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവീരന്മാർ നിർമ്മലപദങ്ങളാൽ തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മനുഷ്യവേഷം ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോഴേവ ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊൾ. എന്നാൽ വന്നീടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മറ്റനിക നമ്മളിയെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നത്. സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സരയുമുണ്ടാകും. ഇത്തരമരുൾ ചെയ്തു ഭാരഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നു. ഇന്ദ്രനീലാപൂണ്ട സുന്ദരരൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാം ചന്ദ്രചൂടാരവിന്ദമരവിന്ദ വൃന്ദവന്ദിതൻ ഭൂമി വന്നവതാരം ചെയ്താൻ. നന്ദനുണ്ടായിരുന്നാശു കേട്ടോരു ഭക്തിസന്ധനതാ പരമാനന്ദാകുലനായ പുത്രജന്മത്തെ ചൊന്ന വൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലാധദാനങ്ങൾ ചെയ്താൻ. പുത്രഭക്താബ്ജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു. ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിന്റെ യോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു. പിന്നെ ജാതനായിരു കയ്യേയി സുതൻ പിറ്റേ നാളും സുമിത്രാപുത്രന്മാരുണ്ടായി. തിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിരു ജാതകർമ്മം. ബാലന്മാർക്കെല്ലാവർക്കും
പെയ്തിരു സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും സ്വപ്നരക്ഷൗഘവസ്ത്ര ഗ്രാമാധിപതാർത്ഥങ്ങൾ എണ്ണമില്ലാതോടും ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവൻ നാട്ടിലും ഉണ്ടായിരുന്നു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. അപ്പോ നമ്മൾ തമ്മിലുണ്ടായ ഈ സംഭാഷണം ഭക്തിപൂർവ്വം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവന് മരണവേളയിൽ എന്നെ സ്മരിക്കാൻ വരും. മരണാന്തരം എന്നോട് സാരൂപ്യം പ്രാപിക്കാൻ കഴിയും. മഹാവിഷ്ണു ഇങ്ങനെ അരുളി ചെയ്തിട്ട് ഒരു ശിശുവിൻ്റെ രൂപം കൊണ്ടിട്ട് കൈകാലുകൾ കുടഞ്ഞു കഴിയാൻ തുടങ്ങി. ഇന്ദ്രനീലരത്നം പോലെ ഇഴയേറിയ ഭഗവാൻ ദേവവർഗങ്ങളാൽ വന്ദിക്കപ്പെടുന്ന പരമാത്മാവ് അങ്ങനെ ഭൂമിയിൽ വന്ന് അവതരിച്ചു. പുത്രനുണ്ടായി എന്ന് കേട്ടറിഞ്ഞ ദശരഥൻ ഏറ്റവും ആനന്ദപരവശനായി തീർന്നു. പുത്രന്റെ ജനന വാർത്ത അറിയിക്കാനെത്തിയ ഭൃത്യജനങ്ങൾക്കൊക്കെ മഹാരാജാവ് പുതുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും മറ്റും ദാനം ചെയ്തു. പുത്രന്റെ മുഖകമലം കണ്ടിട്ട് സന്തുഷ്ടനായ ഭഗവാൻ ദശരഥൻ കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ വന്ന് ഗുരുനിർദ്ദേശപ്രകാരം ജാതകർമ്മം ചെയ്തു. തുടർന്ന് പല ദാനങ്ങളും നടത്തി. അടുത്ത ദിവസം കൈകേയിക്ക് ഒരു ഉണ്ണി പിറന്നു. പിന്നീട് സുമിത്രയ്ക്ക് 2 പുത്രന്മാർ ജനിച്ചു. ദശരഥൻ എല്ലാ പുത്രന്മാർക്കും യഥാവിധി ജാതകർമ്മം നടത്തി. ജനങ്ങളെല്ലാം സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ബ്രാഹ്മണർക്ക് കണക്കറ്റ് ദാനം ചെയ്തു. സ്വർഗത്തിലും ഉത്സവം കൊണ്ടാടപ്പെട്ടു. സന്തോഷത്താൽ ഇന്ദ്രന്റെ കണ്ണുകളെല്ലാം തെളിഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭക്തജനങ്ങളെ, ഇന്നത്തെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. നാളെ നാമകരണമാണ് ഭഗവാന്റെ.